അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പീസ് ജോയിൻ ചെയ്യും. അപ്പോൾ കാലിന് നമുക്ക് പോകും. അതുകൊണ്ട് 4.25. ഇവിടുന്ന് ഫ്രണ്ടിൻ്റെ ഷേപ്പിന് വേണ്ടി ഞാൻ 2.5 ഇഞ്ചാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. 2.5 ഇഞ്ച്. കാരണം ഇവിടെ ഇപ്പോൾ 14.5 ഉണ്ട്. ഇവിടെ നമ്മൾ ഒത്തിരി ഇറക്കി കൊടുത്താൽ ആ ഷേപ്പ് കിട്ടത്തില്ല. അത് കാരണം ഇവിടുന്ന് ഞാൻ കുറച്ച് കയറ്റി 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിപ്പോൾ അതായത് ഇവിടെ ഇഞ്ച് കൊടുത്തു, ഇവിടെ ഞാൻ 2.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. 2.25 ഇഞ്ച്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് 6 ഇഞ്ച് വരും. ഇവിടെയൊക്കെ ഒരുപാട് തുണി കൂടുതലാണെങ്കിൽ നമുക്ക് ഈ തുണിയെല്ലാം കൂടെ മേളിലോട്ട് ഇങ്ങോട്ട് കയറിയിട്ട് ഇതിവിടെ എക്സ്ട്രാ, അതായത് ഇവിടെ നമ്മൾ ഒത്തിരി തുണി ഇറക്കിയിട്ട് കട്ട് ചെയ്താൽ ഇവിടുത്തെ തുണികളെല്ലാം കൂടെ നമ്മളുടെ ഈ ബ്രസ്റ്റിൻ്റെ അടിയിൽ നിൽക്കേണ്ട തുണിയെ നമുക്ക് ആവശ്യമുള്ളൂ. എക്സ്ട്രാ ഉള്ള തുണിയെല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ മേളിലോട്ട് ചുരുണ്ട് വന്ന് ഈ ആംഹോളിൻ്റെ അവിടെ തുണി ഇങ്ങനെ തുടിഞ്ഞ് വൃത്തികേടായിട്ട് കിടക്കും. അതുകൊണ്ട് ഇവിടുത്തെയൊക്കെ നമ്മൾ ഈ ഇറക്കമൊക്കെ കൂടുതൽ വരുമ്പം അതിനനുസരിച്ച് നമ്മൾ നോക്കിയും കണ്ടും വേണം ഇതൊക്കെ മാർക്ക് ചെയ്യാൻ. ഇതെല്ലാത്തിലും ഈ കണക്കുകൾ ഞാൻ നേരത്തെ ഫോർമുല വെച്ച് ബ്ലൗസൊക്കെ കട്ട് ചെയ്തായിരുന്നു. ചില ഇതിൽ ഫോർമുല ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കും നമ്മളുടേതായ ചില ഐഡിയാസ് വെച്ച് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ആളിനെ എനിക്കറിയാം. ഞാൻ ആളിനെ കണ്ടതുകൊണ്ട് ഇവർക്ക് കപ്പ് എത്രയും വേണമെന്നും അവർക്ക് ഹൈറ്റ് എത്ര വേണമെന്നും ഒക്കെ ഏകദേശം അത് നമ്മൾ കട്ട് ചെയ്ത് തയ്ച്ചാണ് നമുക്ക് അതിൻ്റെ ആകാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് പറ്റത്തില്ല. ഏകദേശം ഇത് ആക്ച്വലി ഇതിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പം 7 ഇഞ്ച് വരും. ഇപ്പോൾ 7 ഇഞ്ച് തുണി കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ആ 1 ഇഞ്ച് തുണി മേളിലോട്ട് ഇങ്ങനെ ചുരുങ്ങി കിടക്കും, വൃത്തികേടായിട്ടുണ്ടാകും. ബ്ലൗസിന് ഇവിടെ മുഴുവൻ ഫ്രണ്ടിൻ്റെ ആംഹോളിൻ്റെ പാർട്ട് മുഴുവനും ചുരുക്കായിരിക്കും. അപ്പം അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇവിടുന്ന് ഇപ്പം ഞാൻ 2.25 ഇഞ്ച് എടുത്തിട്ടുണ്ട്, ഇവിടുന്ന് 2.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യാം.